ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിന്റെയും നാഥ നീതിയുടെവർക്കും അർഹിക്കുന്നത് നൽകുന്നതാണല്ലോ നീതി. സഭയ്ക്കും സമുദായം ഈശോയെ നൽകുന്നതിന് വേണ്ടി ഈ സായാഹ്നം മുതൽ ആരംഭിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങള് തിരുസഭ നൽകുന്നത് ഒന്ന് മാറി നിന്ന് സാധാരണ അനുദിന വ്യഗ്രതകളിൽ നിന്ന് മാറി നിന്ന് ഒന്ന് ചിന്തിക്കുവാനും സത്യം കണ്ടെത്തുവാനുമുള്ള ഈശോയെ കണ്ടുമുട്ടുവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഈ ദിവസങ്ങളെ ചെലവഴിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ വാസ്തവത്തിൽ ഇങ്ങനെയൊരു സുവിശേഷവൽക്കരണം നടത്തുവാനുള്ള ഒരു സംരംഭമായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്തീയ ജീവിതത്തിൽ ഉത്തേജനം നൽകുവാൻ, സഭയുടെ മുഖം കൂടുതൽ വ്യക്തമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ, അങ്ങനെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ലക്ഷ്യമാക്കി വെച്ചിരുന്നത്. പക്ഷേ അതെന്തുമാത്രം സാധിച്ചു എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു അവസരമാണിത്. ജൂബിലിയുടെ വർഷം ആ വിധത്തിലാണ് പരിശുദ്ധാവ് ഈ വിശ്വാസ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1967 പോൾ മാർപ്പാപ്പ ഇങ്ങനെ വിശ്വാസ വർഷം പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ അത് വേണ്ടത്ര ഫലം ചെയ്തു എന്ന് നമുക്ക് പറയുവാനാവില്ല. ഇപ്പോൾ പരിശുദ്ധാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ജൂബിലിയുടെ അവസരത്തിൽ ഒരു വിശ്വാസ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വിശ്വാസ വർഷം നടക്കേണ്ടത് ഒരു നവസുവിശേഷവൽക്കരണമാണ്. സുവിശേഷം നമ്മളെ കൂടുതൽ ആഴത്തിൽ സ്വീകരിക്കുവാൻ ഒരു അവസരം ഒരുക്കുക, നമ്മളെ ആ വിശ്വാസത്തിൽ രൂപാന്തരപ്പെടുന്ന മനുഷ്യരായിട്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ ആക്കുക എന്നുള്ളതെല്ലാമാണ് ഈ വർഷാചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അടുത്തത് തിരി തെളിക്കൽ കർമ്മമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ കർമ്മത്തിന് ഭക്തിപൂർവം പങ്കുചേരാം. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. Hallelujah. Hallelujah. എല്ലാവരും ഏറ്റു പറയുന്നു. വിശുദ്ധവും വിശ്വസ്തവുമായ
ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി വലിയ നന്മകളെ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ ലിഖിതം യെശയ്യാ പ്രവചനത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിന്റെ വിലാപ സ്വരം അവിടുന്ന് ശ്രവിച്ച് നിന്നോട് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. അന്ന് പിതാക്കന്മാരെ സൂചിപ്പിച്ചു, ഇത് വിശ്വാസ വർഷത്തിൽ അഭിനന്ദ ഒരിക്കൽ പിതാവാണെങ്കിലും അതുപോലെ അഭിനന്ദ പൗത്ര പിതാവ് എല്ലാവരും സൂചിപ്പിച്ചു, വിശ്വാസ വർഷത്തിൽ പാലാ രൂപതയാകുന്ന ഈ കുടുംബം എല്ലാവരെയും ഈ രൂപതയിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉൾക്കൊണ്ട് ഒരൊറ്റ കുടുംബമായി വൈദികരും സിസ്റ്റേഴ്സ് അഭിനന്ദ പിതാക്കന്മാരുടെ നേതൃത്വം എല്ലാവരും ഒറ്റ കുടുംബമായി വിശുദ്ധ ആൾക്കാരയ്ക്ക് മുമ്പിൽ സഭയുടെ സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യപ്പെടുന്ന വേദിക്ക് മുമ്പിൽ ഒരു കുടുംബം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു കുടുംബ യോഗമാണ്. ഈ കുടുംബ യോഗത്തിൽ നാനാജാതി മതസ്ഥരെ ഈ രൂപത ഉൾക്കൊള്ളുന്നുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രം. ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഈ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ കുടുംബം. അനേകരെ ഞാൻ കണ്ട് വിദേശ രാജ്യങ്ങളിൽ, സിംഗപ്പൂരിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ 4 മണിക്ക് തന്നെ ഞാൻ വരുമ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി. അനേക രാജ്യങ്ങളിൽ നിന്ന് ഒരു ലീവ് അറേഞ്ച് ചെയ്ത് ഭരണജ്ഞാനം കൺവെൻഷൻ കൂടാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇത് വലിയൊരു സംഗമ മുഹൂർത്ത സ്ഥലമാണിത്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇത് വിശ്വാസ വർഷത്തിന്റെ കൺവെൻഷനാണെന്ന് നമ്മൾ കേട്ടു. ഈ വിശ്വാസ വർഷത്തിൽ മാർപ്പാപ്പയും സഭയും ആഗ്രഹിക്കുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ നാം ബലപ്പെടുത്തണം എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി സഭ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലും അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ അടിസ്ഥാനം ദൈവവചനം, പ്രഥമമായി ദൈവവചനം, പിന്നെ ഉപോത്ബലകമായി ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, അങ്ങനെയുള്ള പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം ദൈവത്തിന്റെ ജനത്തിന് നല്ല പ്രബോധനങ്ങൾ കൊടുത്ത് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താൻ എന്ന് സഭാ മാതാവ് നമ്മളോട് നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതും നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനങ്ങളായതുമായ ചില വിശ്വാസ സത്യങ്ങളെയാണ് ഈ ധ്യാന ദിവസങ്ങളിൽ നമ്മൾ പരിചിന്തനം ചെയ്യാൻ പോണത്. അതിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ വിശ്വാസ സത്യം സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മോഹെല്ലാം പോയല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യമുണ്ട്. അതാണ് ഒരു വ്യക്തി അറിയേണ്ട വളരെ മർമ്മകരമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മൂലക്കല്ലാണ് സർവശക്തനും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെ ദൈവത്തെ കുറിച്ച് രണ്ട് മൂന്ന് വിശേഷങ്ങൾ, എനിക്ക് അതിനകത്ത് ഒരു വിശേഷണം എടുക്കാൻ ഇപ്പോൾ സമയം കിട്ടുള്ളൂ. സർവശക്തനും പിതാവും ഏകനുമായ ദൈവം. അത് നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ 2 കാര്യം. സർവശക്തനും പിതാവുമായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയിൽ നിങ്ങൾ നോട്ട്ബുക്ക് കൊണ്ടുവന്നവരുണ്ട്. 199 മുതൽ 230 വരെയുള്ള ഗണ്ണികകളിൽ സർവശക്തനും പിതാവും ഏകനുമായ സത്യദൈവത്തെ കുറിച്ചാണ് പ്രബോധനങ്ങൾ നൽകപ്പെടുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോ പ്രത്യേകിച്ച് വരെ പറയാനുണ്ടോ? അതൊക്കെ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? അതിനകത്ത് എന്താ പുതുമയിരിക്കുന്നത്? കാര്യമുണ്ട് സഹോദരങ്ങളെ. ഞാൻ അനേക സ്ഥലങ്ങളിൽ ദൈവജനത്തെ കാണാനും വ്യക്തിപരമായി സംസാരിക്കാനും ദൈവം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം ഈ ജനങ്ങള് അവരുടെ കണ്ണുനീരാണ് പറയുന്നത്. ചിലർ പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ പാപത്തിൽ നിന്ന് മോചനമില്ല, ഇപ്പോഴും
വഴക്കദോഷങ്ങളാ. ചിലര് പറഞ്ഞ അച്ഛാ എപ്പോഴും കോപ സ്വഭാവമാ. ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ പൂരം തെറി പറഞ്ഞ് മൂലയെ കൊണ്ടിരുത്തും. അപ്പനെ നേരെ കാലെടുത്ത് ഞാൻ ചവിട്ടിയിട്ടെന്ന് പറഞ്ഞു ഒരാൾ. ഒരു ചേട്ടൻ പറഞ്ഞാണ് അപ്പനെ വാക്കത്തി കൊണ്ട് വെട്ടാൻ ചെന്നു. ഞാൻ എന്താ ചെയ്യാം? അയാൾക്ക് സങ്കടം, കാരണം ചെയ്യാൻ പാടില്ല ഞാൻ, പക്ഷേ അദ്ദേഹം ചെയ്തു പോയി. ഭാര്യനെ കിരാതമായി മർദ്ദിക്കുന്നതിന്റെ വേദനയോടെ നടക്കുന്നവർ, ഭർത്താവിനെ വളരെ മനുഷ്യത്വരഹിതമായി ഉപദ്രവിക്കാതെ പല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന്റെ ദുഃഖമായിട്ട് നടക്കുന്ന സഹോദരിമാര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾക്കും അവരുടേതായ ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ അനുചിതമായ പ്രവൃത്തികളുടെ ഒരു വലിയ ഒരു പരമ്പര തന്നെ ജീവിതത്തിലേക്ക് അരങ്ങേറുകയാണ്. അവര് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അവർക്ക് ഓരോരുത്തർ വികാരിച്ചനെ കോങ്ങിക്ക് പിടിച്ചിങ്ങനെ പൊക്കി നിർത്തിയാണ്. ഒരു ക്രിസ്മസ് രാത്രിക്ക് കുർബാന അർപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഷൻ പള്ളിയിൽ അച്ഛൻ ചെന്നതാണ്. അപ്പോ നമസ്കാരം ചോദിച്ചു ഒറ്റ പേരില് ആ അച്ഛനെ ഇങ്ങനെ ആ ചേട്ടനെ കണ്ട് സംസാരിച്ച് ആ ചേട്ടൻ പൊട്ടിക്കഞ്ഞു. അച്ഛ ആ നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയി. എന്താണ് അങ്ങനെ ചെയ്തത് എനിക്ക് അറിയാൻ പാടില്ല അച്ഛ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അതിനെക്കുറിച്ച് അതിനൊരു കാരണം പറയുന്നുണ്ട്. സർവശക്തനായ ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ബലക്ഷയമാണ് ഈ തരത്തിലുള്ള വെറിക്കൂത്തുകളും ഈ തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് വിശുദ്ധ ലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. സഭ നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിശ്വാസം തീരെ നിസ്സാരമായ കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞങ്ങനെയാണ് കുമ്പസാരിച്ച് മടുത്ത്. കാരണം എന്താ? പാപത്തിൽ നിന്ന് മോചനമില്ല. നിങ്ങൾ പറയാൻ പരിശ്രമിച്ച് മടുത്ത് എന്റെ പരദൂഷണ സ്വഭാവം മാറുന്നില്ല, എന്റെ അസൂയ വിട്ടുപോകുന്നില്ല, എന്റെ ധാർഷ്ട്യം മാറുന്നില്ല, എന്റെ പോക്കിരി സ്വഭാവം മാറുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, സർവശക്തനായ നിങ്ങളുടെ പിതാവിലുള്ള വിശ്വാസവും ഈ പിതാവിനോടുള്ള സ്നേഹവും എത്രമാത്രം ക്ഷയിച്ചിരിക്കുന്നുവോ അത്രയും ഈ കണ്ട അനുചിത പ്രവർത്തികൾ കൊണ്ട് ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കും എന്നാണ് തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമ്മൾ റോമാ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള തിരുലിഖിതങ്ങളാണ് വായിക്കുന്നത്. അവിടെ വചനത്തിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? റോമാലേഖനം അതിലെ 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സത്യത്തെ ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അവർക്ക് ഒഴിവുകഴിവില്ല. അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് ബുദ്ധി കൊണ്ട് പല ആളുകളും ദൈവം പിതാവാണെന്ന് പറയുന്നുണ്ട്. കാര്യമില്ല. അതൊന്നും ജീവിതത്തിന്റെ സ്വഭാവത്തിൽ വ്യത്യാസപ്പെടുത്തില്ല. ഒരുപാട് തിന്മകളിലേക്ക് ഈ വക്കത്തിരിക്കുന്ന ഈ വലിയ ഗർത്തത്തിന്റെ വക്കത്തിരിക്കുന്ന ചില കല്ല് അങ്ങോട്ട് മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് അടർന്ന് അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് പേര് സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങ് അടർന്ന് പാതാള ഗർത്തത്തിലേക്ക് പാപത്തിന്റെയും അന്ധകാരത്തിന്റെയുമായ ദുർസ്വഭാവങ്ങളിലേക്ക് അങ്ങോട്ട് അടർന്ന് പതിക്കുകയാണ്. കാരണം എന്താ? അവർ ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ട് അവർ ഭോഷന്മാരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എവിടെയൊക്കെ ഈ ദൈവപിതാവിനോടുള്ള ബന്ധവും സ്നേഹവും പ്രാർത്ഥനയും കുറയുന്നുവോ അവിടെയെല്ലാം മദ്യപാനം, ലൈംഗിക അരാജകത്വം, സ്വർഗഭോഗം, ദാമ്പത്യ പരാജയങ്ങൾ, കുടുംബ തകർച്ച, വൈകൃതങ്ങൾ, കല്യാണം ഇല്ലാത്ത അവസ്ഥ, ഈ വൃത്തികെട്ട അല്ലെങ്കിൽ മൃഗതുല്യമായ ജീവിതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വീണുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചോ, ഏതൊക്കെ ഇടവകൾ ദൈവത്തെ ഉപേക്ഷിച്ചോ, ഏതൊക്കെ കുടുംബങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചോ അവിടെ എല്ലാം കാണുന്ന പ്രത്യേകത അനുചിതമായ പ്രവർത്തികൾ. അപ്പനാരും അമ്മയാരും തിരിച്ചറിവില്ല, ചേട്ടനാരും അനിയനാരും തിരിച്ചറിവില്ല, ആങ്ങളെയാരും പെങ്ങളാർക്കും തിരിച്ചറിവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, തങ്ങളുടെ ശരീരങ്ങളോട് കൂടെ പരസ്പരം അവമാനിതമാകുന്നതിന് ദൈവം
ദൈവം അവരെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു, ലോകത്തെ സ്വീകരിച്ചു. വ്യാജം എന്ന് പറഞ്ഞാൽ ലോകപരമായ കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ വീട്, നമ്മുടെ പേര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ പഠനം, നമ്മുടെ സമ്പത്ത്, വീട്, ഇതൊക്കെ വ്യാജം എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത്, നിത്യമല്ലാത്തത്. നിത്യനായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നിത്യമല്ലാത്ത അനശ്വരമായ കാര്യങ്ങളെ അവർ ആവേശത്തോടെ സ്വീകരിച്ചു. അതുകൊണ്ട് അവരുടെ ഇടയിൽ അശുദ്ധി കട്ട പിടിച്ച്. അടുത്തത് വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. വീണ്ടും പറയാണ്, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ആണുമായിട്ട് ലൈംഗിക വൈരം ഏർപ്പെടുന്ന നിന്ദ്യമായ വികാരമല്ലേ? അല്ലെങ്കിൽ 75 വയസ്സുള്ള ഒരു ചേട്ടനും 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടാൻ എന്താ പറയാ? അങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ, സാധാരണ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യോ? ഒരു തരാതരമൊക്കെ പ്രായെങ്കിലും നോക്കില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ പിന്നെ മക്കളാണോ, ഭാര്യയാണോ, അമ്മയാണോ എന്നുപോലും തിരിച്ചറിവില്ലാത്ത ബോധം കെട്ട ജീവിതത്തിലേക്ക് മനുഷ്യന്മാര് വീണുപോകും. വചനം പഠിപ്പിക്കുകയാണ്, അക്കാരണത്താൽ നിന്ദ്യമായ വികാരങ്ങളിലേക്ക് അവർ അടർന്നു വീണു. അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിതമായ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അജ്ഞാതരവും കൊണ്ട് നിറഞ്ഞു. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവക്ഷരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരുമായി മാറുന്നു. മാതാപിതാക്കന്മാരായ ഗുരുഭൂതന്മാരായ പള്ളിക്കൂടം ഏത് ഇതൊന്നും തിരിച്ചറിവില്ലാത്ത നെറികേടിന്റെ സ്വഭാവം ആരംഭിക്കും. ഇത് പണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നെറികേടിന്റെ സ്വഭാവം ആരംഭിക്കും. മാതാപിതാക്കൾ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ അത് തന്നെ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും മദ്യപിക്കാൻ പോവുക, ഈ ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും ദാമ്പത്യ അവിശ്വസ്തത, വിവാഹമോചനം, ഭാര്യയെ മർദ്ദിക്കുക, ഭർത്താവിനെ ദുഷിക്കുക, കുടുംബം കലക്കുക, തമ്മിൽ പോര്, അനുസരണയില്ല. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് പാപം അരങ്ങേറുകയാണ്. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവകയിൽ ഇന്ന് പാപം അരങ്ങേറുകയാണ്. അറിയാൻ തെറ്റാണെന്ന്, എന്നാൽ അത് തന്നെ ചെയ്യാൻ പോവുക. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ ഇതിന്റെ കാരണം? റോമാലേഖനത്തിൽ 1-ാം അധ്യായം അതിൽ 18 മുതൽ 32 വരെയുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. അവർ ദൈവത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാത്രി സർവശക്തനും പിതാവുമായ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമുണ്ട്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ദൈവമുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് വേദനയുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് വേദനയുണ്ട്. കാരണം എന്താ? ദൈവത്തെ നമ്മുടെ അപ്പനായി കരുതുന്നില്ല. ദൈവത്തെ നമ്മുടെ അപ്പനായി നമ്മൾ കരുതുന്നില്ല. വലിയ പഠിപ്പുള്ള വലിയ ആളുകൾ പറഞ്ഞത്, ദൈവത്തെ കുറിച്ച് പറയുന്നത് ഗോഡ് ഈസ് ആൻ അൺമൂവ്ഡ് മൂവർ. ഒരു കൂട്ടർക്കുള്ള ചിന്ത അങ്ങനെയാണ്. വലിയ തത്വങ്ങൾ പഠിച്ച തത്വശാസ്ത്രജ്ഞർക്ക്, ഫിലോസഫേഴ്സിന് ഗോഡ് ഈസ് ആൻ അൺമൂവ്ഡ് മൂവർ. അല്ലെങ്കിൽ കുറെ വേറെ തരത്തിലുള്ള ആചാര്യന്മാരാണെങ്കിൽ അവർക്ക് ഒരു പരാശക്തി, ദൈവം ഒരു ശക്തിയാണ്, ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ
വർദ്ധിക്കും